ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ മുതിർന്നവരും കുട്ടികളും റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ നമുക്കിഷ്ടമുള്ള കുറേ ചൈനീസ് ഡിഷസ് ഉണ്ടായിരിക്കും. അതിലൊന്നാണ് ചില്ലി ചിക്കൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ചിക്കൻ. ഈ ഡ്രാഗൺ ചിക്കൻ എങ്ങനെ നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഡ്രാഗൺ ചിക്കന് നമുക്ക് വേണ്ടത് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ. എല്ലുള്ള പീസസ് ഒന്നും നമ്മൾ എടുക്കില്ല. ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിനൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. കോട്ടിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, കോൺഫ്ലോർ വേണം 1 ടേബിൾ സ്പൂൺ മൈദ, ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ച് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ല കുഴുവൻ പാൻ വെക്കണേ. അതിലെ വെള്ളമെല്ലാം പോയ ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ഈ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഓരോന്നായി ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 വട്ടമായിട്ടാണ് വറുത്ത് കോരിയെടുത്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്കൊരു സവാള, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ. പിന്നെ വേണ്ടത് നമ്മുടെ ക്യാപ്സിക്കമാണ്, പല കളറിലെ. സവാള നല്ലപോലെ അരിയുക, നീളത്തിൽ അരിയുക, പച്ചമുളക് അരിയുക, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി അരിയുക, ഇഞ്ചി അരിഞ്ഞ് മാറ്റുക. പിന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം എല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക. ലാസ്റ്റിൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞ് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട വേറൊരു ഐറ്റം കാഷ്യൂനട്ടാണ്. ഇതിനെല്ലാം നമുക്കൊരു സോസിൻ്റെ കുറച്ച് മിക്സിങ് വേണം. അതിനായിട്ടൊരു കുഞ്ഞു ബൗളിൽ കുറച്ച് ടൊമാറ്റോ സോസ് വേണം, റെഡ് ചില്ലി സോസ് വേണം, സോയ സോസ് വേണം. ടൊമാറ്റോ സോസ് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മുടെ സോയ സോസ് 1 സ്പൂൺ എടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റെഡ് ചില്ലി സോസും. ഈ കറിയിലേക്ക് ഞാൻ പ്രത്യേകം പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല, ബിക്കോസ് ഈ സോസുകളിലെല്ലാം ഒരുപാട് ഉപ്പുകളുണ്ട്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ചിക്കൻ വറുത്ത പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് വഴറ്റുക. അതിനുശേഷം സവാള ഇട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഇട്ട് വഴറ്റുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, ഇതെല്ലാം ഇട്ട് വഴറ്റി ഒരു 3-4 മിനിറ്റ് അത് അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് മാറ്റി പച്ചക്കറികളെല്ലാം ഒന്ന് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസുകളുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും വഴറ്റി, അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും ഇട്ട് നല്ലപോലെ വഴറ്റുക. ഈ ക്യാപ്സിക്കം ഒക്കെ കുറച്ചൊന്ന് വേവണം കേട്ടോ. അതിനുവേണ്ടി ഇടയ്ക്കൊക്കെ ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റുക. വഴറ്റിയ ശേഷം വീണ്ടും അടച്ചു വെക്കുക. ഇനി ഇതിലേക്ക് വേറൊരു ഐറ്റം വേണം, കോൺഫ്ലോർ. അത് നമ്മുടെ കറി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോർ 1 സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. നല്ലപോലെ ഇളക്കുക. അതിനുശേഷം ഈ മിക്സ് ചെയ്ത കോൺഫ്ലോർ നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുക, നമ്മുടെ ഡ്രാഗൺ ചിക്കനിലേക്ക് ഒഴിക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ഹണിയാണ്. ഒരുപാട് ഹണി ചേർക്കേണ്ട, ഒരു 1/2 സ്പൂൺ ഹണിയാണ് ചേർക്കേണ്ടത്. ആ ഹണിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡിയായി. ഈ ഹണി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റുക.
നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ഇത് എടുത്ത് മാറ്റുക. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിരിക്കും. അതേസമയം ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. നമ്മളിത് മിക്കതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത് ആ സോസുകളും പിന്നെ ആ പല കളറിലെ ക്യാപ്സിക്കവും. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.